Hello everyone. ഇന്നത്തെ ക്വിക്ക് റിവിഷൻ സീരീസിലെ ടോപ്പിക് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement is or are correct about the definition of the concrete? തന്നിരിക്കുന്നതിൽ കോൺക്രീറ്റിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. Concrete is a mixture obtained by mixing binder, aggregate and water in a certain proportion. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ബൈൻഡർ ഉണ്ടാവും, സിമെൻറ്റ് ഓർ ലൈം, അഗ്രിഗേറ്റ് ഉണ്ടാവും, കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് ആൻഡ് ഫൈൻ, അതേപോലെ തന്നെ വാട്ടറും കൂടെ ആഡ് ചെയ്തതിന് എന്താ നമ്മൾ പറയുക? കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ബൈൻഡർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ക്യാൻ ബി ഐദർ സിമെൻറ്റ് ഓർ ലൈം. അതായത് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന ബൈൻഡർ സിമെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലൈം ആയിരിക്കാം, രണ്ടും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫൗണ്ടേഷൻ വർക്ക്. കോൺക്രീറ്റ് നോർമലി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫൗണ്ടേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? ഫൗണ്ടേഷൻ വർക്കുകൾക്ക് മാത്രമാണോ കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്? അല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. ഏതൊരു പാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യും. മേ ബി ഫോർ ഫൗണ്ടേഷൻ, സൂപ്പർ സ്ട്രക്ചർ ഓർ ഫോർ റൂഫ്. ഇതിന് ഏതിനു വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യത്തെ രണ്ടെണ്ണം കറക്റ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ സി, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി മാർക്ക് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പ്രപ്പോർഷനിങ് ഓഫ് കോൺക്രീറ്റ്? കോൺക്രീറ്റിൻ്റെ പ്രപ്പോർഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രപ്പോർഷനിങ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാമല്ലോ. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആ ഒരു കോൺക്രീറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യണമെന്നുണ്ട്. Okay, proportioning concrete is the process of selecting relative proportion of cement, sand, coarse aggregate and water. കറക്റ്റ് ആണ്. പ്രപ്പോർഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നും സിമെൻറ്റ്, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ, ഇത്രയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ ഒരു റിലേറ്റീവ് പ്രപ്പോർഷൻ, അതായത് ഒരു ചട്ടി സിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 ചട്ടി മണൽ എന്നുള്ള ഒരു പ്രപ്പോർഷൻ ലെവൽ, ഒരു റിലേറ്റീവ് പ്രപ്പോർഷനിലാണ് നമ്മൾ മിക്സ് എടുക്കുക. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രപ്പോർഷനിങ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മെത്തേഡ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പ്രപ്പോർഷനിങ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് പ്രപ്പോർഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഇത് കൂടാണ്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന മെത്തേഡ്സ് ആണ് ആർബിട്രറി മെത്തേഡ്, ഫൈനസ് മോഡുലസ് മെത്തേഡ്, മിനിമം വോയിഡ്സ് മെത്തേഡ്, മാക്സിമം ഡെൻസിറ്റി മെത്തേഡ്, ഇതൊക്കെ അതിൽ വരുന്ന മെത്തേഡുകളാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ ഫൈനസ് മോഡുലസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രപ്പോർഷനിങ് കോൺക്രീറ്റ്. ഫൈനസ് മോഡുലസ് മെത്തേഡും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കോൺക്രീറ്റ് പ്രപ്പോർഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഈ 3 ആൻസേഴ്സും കറക്റ്റാണ്. സോ ഡി ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് കോൺക്രീറ്റ്? കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കും കോൺക്രീറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കോൺക്രീറ്റ് ഹാസ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, കോൺക്രീറ്റ് ഈസ് എക്കണോമിക്കൽ, കോൺക്രീറ്റ് ഈസ് ഫയർ റെസിസ്റ്റൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയല്ലേ? ഇത് കൂടാണ്ട് കുറേ വേറെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. കൊറോസീവ് ആൻഡ് വെതറിങ് എഫക്റ്റ് മിനിമൈസ് ചെയ്യുന്നതായിരിക്കണം, പിന്നെ എക്കണോമിക്കലായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇതൊക്കെ അതിൻ്റെ പിന്നെ നമ്മൾ ഈ ക്രാക്കിനുള്ളിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ കംപ്രഷനിൽ സ്ട്രോങ് ആയിരിക്കണം. അതാണ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന 3 എണ്ണവും കറക്റ്റാണ്. സോ ബി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഫോർ വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ്? ഇത് പറയുമ്പോഴാണ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് മിക്സാണ് ഓരോ സ്ട്രക്ചേഴ്സിന് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് ഇപ്പം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ 1:2:4 അല്ലെങ്കിൽ 1:3:6, 1, 1.5, 2, അങ്ങനെ 1, 1.5, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന് ഈ പ്രൊപ്പോർഷൻസിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഓരോ ടൈപ്പ് ഓഫ് വർക്കിനും വ്യത്യസ്ത തരത്തിലുള്ള പ്രൊപ്പോർഷനിലുള്ള കോൺക്രീറ്റ് മിക്സാണ് യൂസ് ചെയ്യുക. എല്ലാത്തിനും സെയിം മിക്സ് അല്ല യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇതാണ് തന്നിരിക്കുന്നത്. ഓരോ 1, 1, 2, 1, 2, 2, 1, 2, 1, 1.5, 3,
123, 124, 136, 148 ഇതൊക്കെ മിക്സുകളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ വർക്കിന് വേണ്ടിയിട്ടാണ് ഏതൊക്കെ മിക്സ് യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന മിക്സിലെ മാക്സിമം സൈസ്, അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് എത്രയാണ്, ഇത്രയും തന്നിട്ടുണ്ട്. ആ ജസ്റ്റ് ആ ടേബിളിൽ കൂടെ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടേബിളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഈസ് 1, 1.5, 3. അതായത് തന്നിരിക്കുന്നത് എന്തിൻ്റെയാണ്? വാട്ടർ റിറ്റെയിനിങ് സ്ട്രക്ചേഴ്സിൻ്റെയാണ്. അപ്പോൾ നമുക്കിതിൽ 1, 1.5, 3 എന്ന് പറയുന്ന മിക്സ് നോക്കി നോക്കൂ. നാലാമത്തെ മിക്സ് വാട്ടർ റിറ്റെയിനിങ് സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂസ്ഡ് ഈസ് 20 mm. അവിടെ യൂസ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ മിക്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ ജനറൽ RCC വർക്ക് ഇൻ ബിൽഡിംഗ്. നോർമലി ജനറൽ RCC വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ 124 ആണ്, അതല്ലെങ്കിൽ 123 എന്ന് പറയുന്ന മിക്സും യൂസ് ചെയ്യാറുണ്ട്. അതാണ് കോമൺ ആയിട്ടും ജനറൽ RCC വർക്കുകൾക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പം 1ഉം 2ഉം കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ സി ആണ് വരിക. ഓപ്ഷൻ സി ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഫോർ ഫുട് പാത്ത് ആൻഡ് റോഡ് വർക്ക്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കി വയ്ക്കുക. ഇവിടെ ഫുട് പാത്തും അതേപോലെ തന്നെ റോഡ് വർക്കുകൾക്കും ഏതാണ് യൂസ് ചെയ്യുന്നത്? അതിൽ മിസ്റ്റേക്കാണ്. 1, 2.5, 3.5 എന്ന് പറയുന്ന മിക്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോൺക്രീറ്റ് മിക്സാണ്. ഫുട് പാത്തുകൾക്കും റോഡ് വർക്കുകൾക്കും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ ആദ്യത്തെ വരുന്നത് സിമൻറ്റ്, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്ന റേഷ്യോയിലാണ് കിടക്കുന്നത്. അപ്പം 1, 2.5, 3.5 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് ഫുട് പാത്തിനും റോഡ് വർക്കിനൊക്കെ വരുന്ന സമയത്ത് എടുക്കുന്ന കോൺക്രീറ്റിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാക്സിമം സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് യൂസ്ഡ് ഈസ് 40 mm. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് പോവുക. അവിടെ യൂസ് ചെയ്യുന്ന ഫുട് പാത്തിനും അതേപോലെ തന്നെ റോഡ് വർക്കിനും യൂസ് ചെയ്യുന്ന ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 mm അല്ല. യൂസ്ഡ് സൈസ് ഈസ് എത്രയാണ്? 25 mm ആണ്. അപ്പോൾ നിങ്ങൾ ആ സൈസ് ഈ ഒരു തന്നിരിക്കുന്ന ആ ഒരു ടേബിളൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ അതിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ മാക്സിമം ഓപ്ഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് നോക്കുക. അപ്പോൾ 25 mm ആണ്. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ദിസ് മിക്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ മാസ് കോൺക്രീറ്റ് വർക്ക് ഇൻ കൾവേർട്സ്. മാസ് കോൺക്രീറ്റ് വർക്കിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. 136 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ റെക്കമെൻഡഡ് മിക്സസ് ഓഫ് കോൺക്രീറ്റ് ഫോർ ജനറൽ RCC വർക്ക് ഇൻ ബിൽഡിംഗ്സ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക 124 ആണ്. ദ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ക്യാൻ ബി 1:2:4. മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂസ്ഡ് ഈസ് 40 mm. 40 mm സൈസ് അഗ്രിഗേറ്റ് ആണ്. കോമൺ ആയിട്ട് ഇതിനെ അഡോപ്റ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് മിക്സ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ വാട്ടർ ടാങ്ക് കൺസ്ട്രക്ഷൻ. ഈ മിക്സ് പക്ഷേ വാട്ടർ ടാങ്ക് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യില്ല. അവിടെ യൂസ് ചെയ്യുന്നത് 1:2:3 എന്ന് പറയുന്ന വർക്കാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് 1:2:3 റേഷ്യോയിലുള്ള മിക്സാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, വാട്ടർ ടാങ്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ സി ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഗ്രേഡിംഗ് ഓഫ് കോൺക്രീറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്? ഗ്രേഡിംഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കോൺക്രീറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രേഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മൾ സീവ് അനാലിസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇന്ന സൈസിലുള്ളത് അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അതായത് ഇന്ന സൈസിലുള്ള അഗ്രിഗേറ്റ്സ് അതിൽ കൂടെ പാസ് ചെയ്യും അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ മൈക്രോൺ സീവ് ഉണ്ടാവും, ആ സീവിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ, ഏത് സീവിൻ്റെ മുകളിലാണ് അത് മാക്സിമം റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ സീവ് അനാലിസിസിൽ കൂടെ മനസ്സിലാക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവുക. ഗ്രേഡിങ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. പ്രോപ്പർ ഗ്രേഡിംഗ് ഓഫ് ഫൈൻ ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് നെസസറി ടു ഒബ്റ്റെയിൻ ഡെൻസ് ക്വാളിറ്റി കോൺക്രീറ്റ്. നല്ല ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗ്രേഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് The grading of the fine aggregate is determined by sieve analysis. Sieve analysis ചെയ്തിട്ടാണ് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഗ്രേഡിംഗ് നടത്താറുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് അഫക്ട്സ് ദ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്.
സൈസ്, അതായത് പിന്നെ സൈസ് കൂടുന്നതിനനുസരിച്ച് വർക്കബിലിറ്റിയിൽ വ്യത്യാസം വരും. കറക്റ്റാണ്. നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റും അല്ലെങ്കിൽ സൈസും അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളതാണോ അതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ളതാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളും ഗ്രേഡിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ 3 ഓപ്ഷൻസും കറക്റ്റ് ആയതുകൊണ്ട് ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ വർക്കബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസിനെസ് എന്ന് ആലോചിച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വർക്കബിലിറ്റി ഡിസ്ക്രൈബ്സ് ദ ഈസ് വിത്ത് വിച്ച് കോൺക്രീറ്റ് ഈസ് ഹാൻഡിൽഡ്, ട്രാൻസ്പോർട്ടഡ് ആൻഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോംസ്. അതായത് ഫോം വർക്കിനുള്ളിലേക്ക് വെക്കുന്നത് വരെ കോൺക്രീറ്റ് ഹാൻഡിൽ ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് സ്ഥലത്ത് കൊണ്ട് വെക്കുന്നത് വരെയൊക്കെയുള്ള ഈസിനെസ്സിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം വർക്കബിലിറ്റി ഏതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വർക്കബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ സ്ലംബ് ടെസ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം സ്ലംബ് കോൺ ഉണ്ടാക്കും. സ്ലംബിൻ്റെ ഹൈറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യുക. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വർക്കബിലിറ്റി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വർക്കബിലിറ്റി എന്ന് പറയുന്നതും വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നതും എന്താണ്? ഇൻ്റർ കണക്റ്റഡ് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസി ആവാനുള്ളത്. അപ്പം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, പക്ഷേ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അത് എന്താണ്? ഇൻ്റർ കണക്റ്റഡ്, അത് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. സി ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൽ നോക്കുക, കോൺക്രീറ്റ് കൺസ്ട്രക്ഷന്, റോഡ് കൺസ്ട്രക്ഷൻ എത്ര സ്ലംബ് വേണം, അതേപോലെ തന്നെ കർബിൻ്റെയും പാരപ്പറ്റ് സ്ലാബ് പോലുള്ളതിന് എത്ര സ്ലംബ് വേണം, കനാൽ ലൈനിങ്ങിന് എത്ര സ്ലംബ് വേണം, ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മിക്സിംഗ് ദ മെറ്റീരിയൽ ഓഫ് കോൺക്രീറ്റ്. മിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ പ്രോസസ് ഓഫ് റോളിംഗ്, ഫോൾഡിംഗ് ആൻഡ് സ്പ്രെഡിംഗ് പാർട്ടിക്കിൾ ഈസ് നോൺ ആസ് മിക്സിംഗ് ഓഫ് ദ കോൺക്രീറ്റ്. അതായത് എന്താണ്? എല്ലാ സാധനങ്ങളെയും കൂടെ ഒന്നിച്ച് റോൾ ചെയ്ത് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. മിക്സിംഗ് എൻഷുവേഴ്സ് യൂണിഫോം കളർ ആൻഡ് കൺസിസ്റ്റൻസി. മിക്സിംഗ് ചെയ്യുന്നതിൻ്റെ ഒരാവശ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലായിടത്തും ഒരുപോലെ തന്നെ കളറും അതേപോലെ തന്നെ ഈ ഒരേ കൺസിസ്റ്റൻസിയും എല്ലായിടത്തും സ്പ്രെഡാക്കുക എന്നുള്ളത് ഉദ്ദേശത്തിലാണ് മിക്സിംഗ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹാൻഡ് മിക്സിംഗ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ മെഷീൻ മിക്സിംഗ്. 2 രീതിയിൽ മിക്സിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹാൻഡ് മിക്സിംഗ് ചെയ്യാം, മെഷീൻ മിക്സിംഗ് ചെയ്യാം. അതെങ്ങനെയാണ്? എന്തെങ്കിലും മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടുള്ള മിക്സിംഗ് ആണ്, മെഷീൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹാൻഡ് മിക്സിംഗ് ആണോ മോർ എഫിഷ്യൻ്റ് ആയിട്ട് വരിക? ഒരിക്കലുമല്ല, മെഷീൻ മിക്സിംഗ് ആയിരിക്കും എഫിഷ്യൻ്റ് ആയിട്ട് വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറയും ഹാൻഡ് മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ആണെങ്കിൽ ഒരു 8-10% സിമെൻറ്റ് അധികം ചേർത്ത് കൊടുക്കാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹാൻഡ് മിക്സിങ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതിൻ്റെ ബോർഡിൽ പറ്റി പിടിക്കാം, അല്ലെങ്കിൽ പാറിപ്പം മീൻസ് ശരിയായ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് സിമെൻറ്റ് അതിനുള്ളിൽ എത്തിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അത്രയും എഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷീൻ മിക്സ് പറയുന്നത്, അല്ലെങ്കിൽ 8-10% സിമെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പറയുന്നത്. ഒരു എന്താ പറയുക, ലാസ്റ്റ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറയുന്നത്. അപ്പം ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ എ ആണ് ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരിക. 1ഉം 2ഉം കറക്റ്റാണ്, തേർഡ് ഓപ്ഷൻ റോങ് ആണ്. 10ാമത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഫോർ മാസ് കോൺക്രീറ്റ് വർക്ക് ഇൻ കൾവേർട്ട് ആൻഡ് റീറ്റെയിനിങ് വാൾ. ഇത് നമ്മൾ നേരത്തെ ആ ടേബിൾ നോക്കിയിട്ട് വായിക്കാനുള്ള സംഭവമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഈസ് 1:3:6. കൾവേർട്ടിൻ്റെ റിറ്റെയിനിങ് വാളിൻ്റെ ഒക്കെ മിക്സ് എന്ന് പറയുന്നത് 1:3:6 ആണ്. മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് 50 mm ആണ്. ഇതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് മിക്സ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഹെവിലി ലോഡഡ് RCC കോളം. ഇത് ഞങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും. ഹെവിലി ലോഡഡ് RCC കോളത്തിന് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ 112 ആണ്, അല്ലെങ്കിൽ 122. ഈ 2 മിക്സുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഹെവി ലോഡഡ് RCC കോളത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ബി ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഗ്രേഡ് M10 ഓഫ് ദ കോൺക്രീറ്റ്. M10 എന്ന് പറഞ്ഞാൽ മിക്സാണ്,
10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ഡേയ്സിലെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്, ഇതൊക്കെ അറിയാലോ. സോ ഇനി നമുക്ക് നോക്കാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ദ കോൺക്രീറ്റ് മിക്സ് ഈസ് 1:3:6. നിങ്ങൾക്ക് അറിയാം M5 എന്ന് പറയുന്നതാണ് 1 എത്രയാണ് വരിക, അത് ഓർത്ത് വയ്ക്കുക, 1:5:10 എന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം മിക്സ് 7.5 ആണ് വരുന്നത്. അപ്പം 1:5:10 എന്നുള്ള എന്ത് വരും, 1:4:8 ആവും. പിന്നെ മിക്സ് 10 M10 വരും, അപ്പോൾ 1:3:6 വരും. പിന്നെ M15 വരും, അപ്പോൾ എന്ത് വരും, 3 എന്നുള്ളത് 2 ആവും, അപ്പോൾ 1:2:4 ആകും. പിന്നെ 25 വരും, 1:1.5 3 എന്ന് വരും. പിന്നെ അതിന് ശേഷം പിന്നെയും താഴേക്ക് പോവും, 20 കഴിഞ്ഞ് 25 വരുമ്പോഴാണ് എത്ര വരിക, 1:1:2 എന്ന് പറയുന്ന മിക്സിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു മിക്സിൻ്റെ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത് M10 ആണെങ്കിൽ 10 Nm/mm² ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂസ്ഡ് ഈസ് 40 mm. അതാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 50 mm സൈസാണ്. നിങ്ങൾ ആ ടേബിൾ ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതിൽ തേർഡ് ഓപ്ഷനാണ് റോങ് ആയിട്ട് വരുന്നത്. സോ സി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരിക. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ്സ് per 50 kg of cement for grade M7.5 കോൺക്രീറ്റ്. നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. ഇതിൽ ഓരോന്നിൽ യൂസ് ചെയ്യുന്ന മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ്സ് 50 kg സിമെൻറ്റ് ആണെങ്കിൽ അതിൽ വരുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും സമ്മാണ് അവിടെ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ മിക്സ് തന്നിട്ടുണ്ട്. സം ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഫോർ 50 kg സിമെൻ്റ് ആണെങ്കിൽ എത്രയാണ് അതിൻ്റെ റിലേറ്റീവ് പ്രൊപ്പോർഷൻ എത്രയാണ് വരാമെന്നാണ് നോക്കേണ്ടത്. പിന്നെ പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്. 1:2 ആണ് കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഇൻ കേസസ് 1:1.5 അല്ലെങ്കിൽ 1:2.5 എന്നുള്ള രീതിയിലേക്ക് വരാറുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എത്രയാണ് വരിക. പിന്നെ എത്ര ലിറ്റർ ഓഫ് വാട്ടർ എന്നുള്ളത് ഈ ഒരു സ്ട്രിപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ അഗ്രിഗേറ്റ്സ് ബൈ മാസ് ഈസ് 675 kg. 50 kg ഓഫ് സിമെൻ്റ് ആണ്, M7.5 കോൺക്രീറ്റ് ആണ്. നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ എത്ര വരിക, 675 ആണ് വരുന്നത്. റേഷ്യോ 1:2 ആണ്. വാട്ടർ 45 ആണ്, 45 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, 675 കറക്റ്റാണ്. പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കോഴ്സ് അഗ്രിഗേറ്റ് മൈ മാസ് ഇസ് ജനറലി 1:2 കറക്റ്റാണ്. മൂന്നാമത്തെ നോക്കാം, ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പെർ 50 kg സിമെൻറ്റ് മിക്സ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 60 ആണ് തന്നേക്കുന്നത്, പക്ഷേ ഒറിജിനലി എത്ര വരുന്നത് 45 ആണ്. സോ ഇതിൻ്റെ ആൻസർ ഏതാ വരിക, 1ഉം 2ഉം കറക്റ്റാണ്. തേർഡ് ഓപ്ഷൻ റോങ് ആണ്. സോ ഡി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഫോർ സ്മോൾ പ്രീകാസ്റ്റ് മെമ്പർ ഓഫ് കോൺക്രീറ്റ്സ്. ഒരു സാധാരണ പ്രീകാസ്റ്റ് മെമ്പർ ഓഫ് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് ഓൾറെഡി ദ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് യൂസ് ഈസ് 12 to 20 mm. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഒരു സാധാരണ അല്ലെങ്കിൽ ചെറിയ പ്രീകാസ്റ്റ് മെമ്പറിൽ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര വരേണ്ടത്, 12 to 20 mm ആണ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ദിസ് മിക്സ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ് പൈൽസ്. ഈ മിക്സ് ലോങ് പൈൽസിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഫെൻസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ലോങ് പോൾസിനൊക്കെ വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഇതേ മിക്സ് തന്നെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് സെൻറ്റൻസ് വൈസ് കറക്റ്റായിട്ടുള്ളത്. സോ ഈ ഓപ്ഷൻ 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, നോട്ട് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ എന്നുള്ളതാണ്. അടുത്തത്, ദിസ് മിക്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ പോൾസ് യൂസ്ഡ് ഇൻ ഫെൻസിങ്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 1ഉം 3ഉം കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, ബി ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് ഇൻ ഫ്രഷ് സ്റ്റേറ്റ്. രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഫ്രഷ് സ്റ്റേറ്റും ഉണ്ട്, ഡ്രൈ സ്റ്റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് സ്റ്റേറ്റുള്ള കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്തത് വർക്കബിലിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഫ്രഷ് സിമെൻറ്റ് കോൺക്രീറ്റ്. തീർച്ചയായിട്ടും വർക്കബിലിറ്റിയാണ്. ഈസിനെസ് ടു വർക്ക് എന്ന് പറയുന്നത് ഫ്രഷ് കോൺക്രീറ്റിന് വേണ്ട ഒരു കാര്യമാണ്. എന്നാലാണ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാനുള്ള സമയം കിട്ടുക, പ്ലേസ് ചെയ്യാനുള്ള എളുപ്പം കിട്ടുക ഒക്കെ ചെയ്യുന്നത് വർക്കബിലിറ്റി കാരണമാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ഫോർ പെർമിയബിലിറ്റി.
പെർമിയബിൾ ആണോ എന്നുള്ളത്. പെർമിയബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വെള്ളം പാസ് ചെയ്യുമോ എന്നുള്ളതാണ് അല്ലേ, പെർമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഫ്രഷ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിലെന്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പെർമിയബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ഫോർ ഡ്യൂറബിലിറ്റി. ഈട് നിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിന് എന്ത് ചെയ്യണം, ഫ്രഷ് കോൺക്രീറ്റിന് ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ശരിക്കും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റായിട്ടുള്ളതല്ല. വർക്കബിലിറ്റിയാണ് ഫ്രഷ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്, ബാക്കി രണ്ടും ഡ്രൈ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെയാണ്. സോ ആദ്യത്തെ മാത്രം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരിക. അടുത്തത്, which of the following statement is or are correct about recommended slump for different types of concrete? സ്ലംബുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്ലംബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. Concrete for road construction has a recommended slump of 20 to 40 mm. അതായത് റോഡ് വർക്കിന് വേണ്ടിയിട്ട് എന്താണ്, റോഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ലംപ് ടെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അപ്പം അതിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്ലംപ് എന്ന് പറയുന്നത് 20 to 40 mm ആണ് പറയുന്നത്. 20 to 40 mm ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോൺക്രീറ്റ് ഫോർ കനാൽ ലൈനിങ് ഹാസ് എ റെക്കമെൻഡഡ് സ്ലംപ് ഓഫ് 70 to 80 mm. കോൺക്രീറ്റ് ഫോർ കനാൽ ലൈനിങ്ങിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ സ്ലംപ് എന്ന് പറയുന്നത് 70 to 80 ആണ്, അത് കറക്റ്റാണ്. മൂന്നാമത്തത്, കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് ഹാസ് എ റെക്കമെൻഡഡ് സ്ലംപ് ഓഫ് 10 to 25. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈബ്രേറ്റ് ചെയ്യാത്ത കോൺക്രീറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കിയുള്ള അല്ലെങ്കിൽ എല്ലായിടത്തും ഈക്വലായിട്ട് അത് സ്പ്രെഡ് ആവുന്നില്ല, സ്ലംപ് ആവുന്നില്ല എങ്കിൽ ഇതിൻ്റെ റെക്കമെൻഡഡ് സ്ലംപ് എന്ന് പറയുന്നത് എത്രയാണ്, 10 to 25 mm ആയിരിക്കും. ഇതിനെയാണ് വൈബ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരിക? 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഡി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is or are correct about the proportioning of concrete? കോൺക്രീറ്റിൻ്റെ പ്രൊപ്പോർഷനിങ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ആർബിട്രറി മെത്തേഡ് ഈസ് എ വേ ടു പ്രൊപ്പോർഷനിങ് കോൺക്രീറ്റ്. കറക്റ്റാണ്. ഫൈനസ് മോഡലസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊപ്പോർഷനിങ് കോൺക്രീറ്റ്. അതും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ മെത്തേഡ് ഈസ് യൂസ് ടു ഒബ്റ്റെയിൻ കോൺക്രീറ്റ് ഓഫ് ഡിസൈർഡ് ക്വാളിറ്റി. ഈ 3 മെത്തേഡ്സ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? കോൺക്രീറ്റ് പ്രൊപ്പോർഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് എന്താണ്, ഓപ്ഷൻ എ ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is or are correct about the properties of cement concrete in the hardened state? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് കോൺക്രീറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഹാർഡൻ സ്റ്റേറ്റ്, അതായത് കോൺക്രീറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴത് ഫ്രഷ് കോൺക്രീറ്റും അടുത്തത് ഇത് ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞുള്ളത് ഹാർഡൻ സ്റ്റേറ്റുമാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പെർമിയബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സിമെൻറ്റ് കണ്ടൻറ്റ്, ഗ്രേഡിംഗ് അഗ്രിഗേറ്റ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, മിക്സിംഗ്, കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിംഗ്. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പെർമിയബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ടറിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനെ ഉള്ളോട്ടേക്ക് കടത്തി വിടുക, പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർമിയബിലിറ്റി. അത് പെർമിയബിൾ ആണോ അല്ലയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അഗ്രിഗേറ്റ് ഗ്രേഡിങ്, അതായത് ഗ്രേഡിങ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഗ്യാപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പെർമിയബിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. സിമെൻറ്റ് കണ്ടൻറ്റിനെ ബേസ് ചെയ്യും. കണ്ടൻറ്റ് കുറവാണെങ്കിൽ, ആ ഒരു പ്രൊപ്പോർഷൻ കുറവാണെങ്കിൽ പുവർ കോൺക്രീറ്റ് ആയിരിക്കും. ക്വാളിറ്റി ഓഫ് വാട്ടർ ഉണ്ട്, മിക്സിംഗ് ഉണ്ട്, കോമ്പാക്ഷൻ, ക്യൂറിങ്, ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ്. ഹാർഡൻഡ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഹാർഡൻ കോൺക്രീറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഹാർഡ്നെസ് ഇൻക്രീസസ് വിത്ത് ഏജ്. നമ്മളെപ്പോഴും പറയും കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനത്തിന് ഇപ്പോൾ 99% അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നതും ഏജിനനുസരിച്ചാണ്, എത്ര കാലം പഴകുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ള കാര്യങ്ങൾ. സോ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺക്രീറ്റ് മിക്സ്ചർ ബൈ സ്ലംപ്? നമ്മൾ കോൺക്രീറ്റ് മിക്സിൻ്റെ സ്ലംപിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് റോഡ് വർക്കിന് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ലംപ് എത്രയായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ മിക്സിൻ്റെ പ്രത്യേകത നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ലൈഡ് നോക്കാം. ഇതിനകത്ത് കോൺക്രീറ്റ് റോഡിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വരുന്ന സ്ലംബ് 20 to 40 ആണ്. അതേപോലെ തന്നെ കർബൊക്കെ ആണെങ്കിൽ 40 to 50 ആണ്. കനാൽ ലൈനിങ് ആണെങ്കിൽ 70 to 80 ആണ്. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? മാസ് കോൺക്രീറ്റ് ആണെങ്കിൽ 25 to 50 ആണ്. പിന്നെ വൈബ്രേറ്റ് ചെയ്യാത്ത കോൺക്രീറ്റ് ആണെങ്കിൽ 10 to 25 ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന സ്ലംബിനെ ബേസ് ചെയ്തിട്ട് ആ നേച്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റും, കോൺക്രീറ്റ് മിക്സിൻ്റെ നേച്ചർ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നോക്കാം. നോ സ്ലംപ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് എന്നാണ് പറയുക. അതേപോലെ 10 to 30 ആണെങ്കിൽ പുവർലി മൊബൈൽ മിക്സ് ആയിരിക്കും. 40 to 150 ആണെങ്കിൽ മൊബൈൽ മിക്സും, 150 എബോവ് ആണെങ്കിൽ ക്യാറ്റ് മിക്സും ആയിരിക്കും. എല്ലാം MM-ലാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇതിൽ 18 ഇതിൽ നോക്കിക്കോളൂ. ഫസ്റ്റത്തെ നോക്കാം. നോ സ്ലം ഇൻഡിക്കേറ്റ്സ് എ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് മിക്സ്. സ്റ്റിഫ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോ സ്ലംപ് ആണെങ്കിൽ അതിന് പറയുന്നത് എന്താണ്? സ്റ്റിഫാണ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റിഫ് മിക്സ് ആണെന്നാണ് പറയുക. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? എപ്പോഴാണ് സ്റ്റിഫ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റിഫായിട്ട് വരുന്നത്? സ്ലംപ് ഇല്ലാത്ത സമയത്താണ്. സോ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ നോക്കാം. എ സ്ലംപ് ഓഫ് 10 mm to 30 mm ഇൻഡിക്കേറ്റ്സ് എ ക്യാറ്റ് മിക്സ്. അല്ല, ക്യാറ്റ് മിക്സ് എപ്പോഴും എത്രയാണ്? 150 എബോവ് ആണെങ്കിലാണ് അതിനെ ക്യാറ്റ് മിക്സ് പറയുക. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത്, അപ്പോൾ ഈ 10 to 30 എത്രയായിരുന്നു? എന്തായിരുന്നു? പുവർലി മൊബൈൽ മിക്സ് ആയിരുന്നു. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. തേർഡ് ഓപ്ഷൻ നോക്കാം. എ സ്ലംപ് ഓഫ് 40 mm to 150 mm ഇൻഡിക്കേറ്റ്സ് എ മൊബൈൽ മിക്സ്. 40 to 150 ആണെങ്കിൽ അതിന് എന്താ പറയുക? മൊബൈൽ മിക്സ് എന്നാണ് പറയുക. അപ്പം ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ടുള്ളത്. 1 ഉം 3 ഉം കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. Which of the following statement is or are correct about the uses of concrete? കോൺക്രീറ്റിൻ്റെ യൂസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. കോൺക്രീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ബിൽഡിങ് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്. രണ്ടാമത്തേത്, കോൺക്രീറ്റ് ക്യാൻ ബി മൗൾഡഡ് ടു എനി ഷേപ്പ്. ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും കോൺക്രീറ്റിനെ മൗൾഡ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തേത്, കോൺക്രീറ്റ് ക്യാൻ ബി സ്പ്രേഡ് ആൻഡ് ഫിൽഡ് ഇൻ ക്രാക്കിൽ. ഇത് നമ്മൾ അതിൻ്റെ ഓൾറെഡി യൂസസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. സോ ഓപ്ഷൻ ഡി ഈസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോൺക്രീറ്റ്? തന്നിരിക്കുന്നതിൽ കോൺക്രീറ്റിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, കോൺക്രീറ്റ് ഹാസ് ലോ ടെൻസൈൽ സ്ട്രെങ്ത്. കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണ്. ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് എന്താ ആഡ് ചെയ്യുന്നത്? റീഇൻഫോഴ്സ്മെൻറ്റ് ആഡ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ ഗ്രേറ്റർ ആവുള്ളൂ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കോൺക്രീറ്റ് റിക്വയേഴ്സ് ഫ്രെയിം വർക്ക് ആൻഡ് ഷട്ടറിങ്. തീർച്ചയായിട്ടും നമ്മൾ കോൺക്രീറ്റ് എന്തിലാണ് പ്ലേസ് ചെയ്യുക? തട്ടടിച്ചിട്ട് അതിന് മുകളിലാണ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഫോം വർക്കും ഷട്ടറിങ്ങും ആവശ്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കോൺക്രീറ്റ് ഈസ് സസെപ്റ്റബിൾ ഓഫ് ക്രാക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണ്. കോൺക്രീറ്റിൽ എന്തുണ്ടാവാറുണ്ട്? ക്രാക്സ് ഫോം ചെയ്യാറുണ്ട്. സോ 1, 2, 3 മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ എ ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. Which of the following statement is or are correct about hand mixing of concrete? കോൺക്രീറ്റിൻ്റെ ഹാൻഡ് മിക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇൻഗ്രീഡിയൻസ് ആർ മെഷേർഡ് ആൻഡ് മിക്സ്ഡ് ഇൻ എ ഡ്രൈ സ്റ്റേറ്റ്. എപ്പോഴും ഹാൻഡ് മിക്സിങ്. നമ്മൾ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് മണലും സിമെൻറ്റും ഒക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടുണ്ടാവുക? ഫസ്റ്റ് വന്നിട്ട് എല്ലാം അളവെടുത്തിട്ട് ഒന്നിച്ച് കൂട്ടിയിട്ട് ഡ്രൈ ആയിട്ട്, ആദ്യം തന്നെ വെള്ളം ആഡ് ചെയ്യോ? ഇല്ല, ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വാട്ടർ ഈസ് ആഡഡ് ഇൻ ദ കറക്റ്റ് ക്വാണ്ടിറ്റി ആഫ്റ്റർ ഡ്രൈ മിക്സിങ്. കറക്റ്റായിട്ട് എപ്പോഴാണ് വെള്ളം ആഡ് ചെയ്യുക? ഡ്രൈ മിക്സിങ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടുവിൽ ഗ്യാപ്പ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ അതുതന്നെയാണ്
ചെയ്യാറുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹാൻഡ് മിക്സിംഗ് ഈസ് പ്രിഫേർഡ് ഫോർ ലാർജ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. ലാർജ് കൺസ്ട്രക്ഷന് ഹാൻഡ് മിക്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തീരുമോ? ഇല്ല. സോ 1 ഉം 2 ഉം കറക്റ്റാണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മെഷീൻ മിക്സിംഗ്? ഇപ്പം ഇത്രയും പറഞ്ഞത് ഹാൻഡ് മിക്സിൻ്റെ കാര്യമായിരുന്നു. ഇനി അടുത്തത് മെഷീൻ മിക്സിങ്ങിൻ്റെ. മെഷീൻ മിക്സിംഗ് എൻഷുവേഴ്സ് എ മോർ യൂണിഫോം കോൺക്രീറ്റ്. തീർച്ചയായിട്ടും എന്താണ്, ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള മിക്സിംഗ് ആണ്. ഹാൻഡ് മിക്സിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഭാഗത്തുള്ളത് വടിച്ചു കൂട്ടിയെടുക്കാനുള്ള എന്താ പറയുക, മറന്ന് ചിലപ്പം മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഒരു മെഷീനാണെന്ന് മിക്സ് ചെയ്യുന്നെങ്കിൽ ഈക്വലായിട്ട് എല്ലായിടത്തും ഒരുപോലെയാണ് അതിൻ്റെ മിക്സിംഗ് നടക്കുക. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സിമെൻറ്റ് കൺസപ്ഷൻ ഈസ് ഹയർ ഇൻ മെഷീൻ മിക്സിംഗ് കമ്പയർഡ് ടു ഹാൻഡ് മിക്സിംഗ്. മെഷീൻ മിക്സിങ്ങിലാണോ കൂടുതൽ സിമെൻറ്റ് വേണമെന്ന് പറഞ്ഞത്? ഇല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാൻഡ് മിക്സിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ പിന്നെ ചിലപ്പം സിമെൻറ്റ് എല്ലായിടത്തും ഒരുപോലെ കൂട്ടിയെടുക്കാനൊക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, 8 to 10% സിമെൻറ്റ് അധികം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സിമെൻറ്റ് കൺസപ്ഷൻ മെഷീൻ മിക്സിങ്ങിൽ കുറവും ഹാൻഡ് മിക്സിങ്ങിൽ കൂടുതലും ആണ് കമ്പാരിറ്റീവ്ലി കേട്ടോ. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മെഷീൻ മിക്സിംഗ് ഈസ് പ്രിഫേർഡ് ഫോർ ലാർജ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. വലിയ പ്രൊജക്ട്സിനാണ് മെഷീൻ മിക്സിംഗ് ഉപയോഗിക്കാറുള്ളത്. സോ 1 ഉം 3 ഉം കറക്റ്റാണ്. സോ ബി ഈസ് ദ ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ്? കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റത്തത് നോക്കാം. കോൺക്രീറ്റ് ഗ്രേഡ്സ് ആർ ഡിസിഗ്നേറ്റഡ് ആസ് M10, M15, M20 എക്സെട്ര. കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് പറയുന്നത് എങ്ങനെയാണ്? M10 ഗ്രേഡ്, M15 ഗ്രേഡ്, M20 ഗ്രേഡ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് നോക്കാം. ദ നമ്പർ ഇൻ ദ ഗ്രേഡ് ഡെസിഗ്നേഷൻ ഇൻഡിക്കേറ്റ്സ് ദ സ്പെസിഫൈഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ 28 days. ഇതിൽ M10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. M10 മിക്സിൽ നമ്മളൊരു ക്യൂബ് കൺസ്ട്രക്ട് ചെയ്ത് 28ാമത്തെ ദിവസം ആവുന്ന സമയത്ത് നമ്മളതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്, 10 എന്നുള്ളതാണ് അതിന് വരുന്നതെങ്കിൽ 10 Nm² ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, M10 എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആ നമ്പർ എന്താണ്, സ്പെസിഫൈഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ Nm². അപ്പം ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഡി ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ സ്ലംപ് ഓഫ് ദ കോൺക്രീറ്റ് ഫോർ നോർമൽ RCC വർക്ക്? സാധാരണ RCC വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സ്ലംപ് എത്രയാണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ, ദ റെക്കമെൻഡഡ് സ്ലംപ് ഫോർ നോർമൽ RCC വർക്ക് ഈസ് 80 to 150 mm. 80 മുതൽ 150 ആണ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത്, എ ലോവർ സ്ലംപ് ഇൻഡിക്കേറ്റ്സ് ഹയർ വർക്കബിലിറ്റി. ലോവർ സ്ലംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലംപ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ലോവർ വർക്കബിലിറ്റിനെയാണ്. അതായത് സ്ലംപ് ടെസ്റ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, കൺസിസ്റ്റൻസിയാണ് അല്ലേ, അതിൻ്റെ കൺസിസ്റ്റൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ ലോവറാണ് സ്ലംപ് എങ്കിൽ എന്ത് ചെയ്യും, ലോവർ വർക്കബിലിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. മൂന്നാമത്തത് നോക്കാം. സ്ലംപ് ടെസ്റ്റ് മെഷേഴ്സ് ദ കൺസിസ്റ്റൻസി ഓഫ് കോൺക്രീറ്റ്. സ്ലംപ് ടെസ്റ്റ് എങ്ങനെയാണ് കൺസിസ്റ്റൻസിയാണ് മെഷർ ചെയ്യുന്നത്. സോ 1 ഉം 3 ഉം കറക്റ്റാണ്. സോ ഓപ്ഷൻ C is the answer for this question.